തൃശ്ശൂർ കൂട്ടൂർ മാള എന്ന സ്ഥലത്ത് 6 വയസ്സായ ഒരു പൊന്നോമന മോൻ, ഒരു പിഞ്ച് പൈതൽ കുട്ടി അയൽപക്കത്ത് കളിക്കാനായിട്ട് പോവുകയും മറ്റുള്ള കൂട്ടുകാരുമൊത്താണ് കളിക്കുന്നത്. അങ്ങനെ കളിക്കാനായിട്ട് പോയി അവിടെ നിന്ന് കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാനില്ലെന്ന് പറയുന്നത്, കുട്ടി വൈകുന്നേരമാണ് കളിക്കാൻ പോകുന്നത്. കുറേ നേരം കളിച്ചതിന് ശേഷം സന്ധ്യ ആവണതോടുകൂടി 6 മണിയൊക്കെ ആവണതോടുകൂടി കുട്ടി വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുകയും അപ്പോഴാണ് ഈ ജോജോ എന്ന് പറയുന്ന ഈ ക്രിമിനലായ യവൻ അതുവഴി വരുന്നത്. അവിടെ കറങ്ങി നിൽക്കുന്നുണ്ട്, കുട്ടികളടുത്ത് കറങ്ങി നിൽക്കുന്നുണ്ട്, അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്ന, അവനും കൂടെ കളിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഈ കുട്ടി എന്തോന്ന് വീട്ടിലോട്ട് വരാൻ പോയപ്പോൾ ഈ ജോജോ എന്ന് പറയുന്ന ക്രിമിനൽ, യവന് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സാണെങ്കിലും നല്ല ഒത്ത ഒരാളാണ്, നല്ല തടി തികഞ്ഞ ഒരാളാണ്. 20 വയസ്സിൻ്റെ പക്വത അല്ല അവന് കാണുന്നത്. ഈ പാവം കുട്ടിയെ ചൂണ്ടയിടാന്ന് പറയുന്നു, ജാമ്പയ്ക്ക തരാം എന്ന് പറഞ്ഞ്, ഈ കുട്ടിയല്ലേ പിഞ്ചു കുഞ്ഞല്ലേ, ചാമ്പയ്ക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ആ കുട്ടി യവൻ്റെ പിന്നാലെ വീട്ടിലോട്ട് പോകാൻ പോയ കുട്ടിയാണ്, മോനാണ്. അവനെയാണ് വിളിച്ചോണ്ട് പോയത് ഈ ദുഷ്ടൻ. CCTVയിലുണ്ട്. യവൻ മുന്നേ ഓടുന്നു, അതിൻ്റെ പിറകെ ഈ കുട്ടി ഓടണം. കഷ്ടം. ചാമ്പയ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എൻ്റെ ഇടയിൽ ചൂണ്ടയിടാന്നൊക്കെ പറഞ്ഞ് ആ ചൂണ്ടയിടുന്ന തന്ത്രത്തിൽ കുട്ടി വീണില്ല. അങ്ങനെയാണ് ചാമ്പയ്ക്ക കൊടുക്കാമെന്ന് പറയണ. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവേണ് കുളക്കടവിൽ. എന്ന് പറഞ്ഞാൽ ആളുകൾ ആരും അങ്ങനെ പെട്ടെന്നൊന്നും അവിടെ വരില്ല. ഈ കുട്ടീൻ്റെ വീട്ടിൻ്റെ കുറച്ച് ദൂരേ ഉള്ളൂ ഈ കുളം. അപ്പം അവിടെ ആളുകൾ അങ്ങനെ വരില്ല. വരണതും വേറെ ഉള്ള വല്ല മദ്യപാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ എണ്ണം വരാറുണ്ട്. പിന്നെ ഇവൻ തന്നെ, ഈ ജോജോ എന്ന് പറയുന്ന ഇവൻ തന്നെ ചൂണ്ടയായിട്ട് അവിടെ സ്ഥിരം പോയിരിക്കാറുണ്ട്, അവിടെയൊക്കെ കിടന്ന് കറങ്ങാറുണ്ട്. കുളത്തിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ഡ്രസ്സ് ഫുള്ള് കുട്ടിയുടെ അത് ഊരുന്നുണ്ട്. ഊരിയിട്ട് ഇവൻ്റെ ഉദ്ദേശം എന്താണ്? പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് ഇവൻ കൊണ്ടുവന്നത്. അപ്പം ഇവൻ പല കുട്ടികളെ ഇങ്ങനെ യമൻ നിർബന്ധിക്കുകയും പല കുട്ടികളെയും കയറി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ കുട്ടി എന്തോന്ന് ചെയ്ത് ഈ ഡ്രസ്സ് ഊരിയപ്പം ഈ പൊന്നുമോൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയും എന്ന് പറഞ്ഞതും ഈ മോനെ എന്തോന്ന് ചെയ്ത് പറഞ്ഞ് മോൻ വാശി പിടിച്ച് കരഞ്ഞത് ഈ മോനെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് ഇടേണ്. കുളത്തിൽ ഇട്ടതും ഈ മോൻ എന്തോന്ന് ചെയ്ത് കഷ്ടം, അത് കയറി വരാനായിട്ട് അത് മുകളിലോട്ട് കയറുന്നുണ്ട്. കയറിയപ്പോൾ വീണ്ടും ഇതിനെ തള്ളിയിട്ട് വീണ്ടും കുട്ടി കയറാൻ ശ്രമിക്കുന്നുണ്ട്, വീണ്ടും തള്ളിയിട്ട്. എന്നിട്ട് യവൻ എന്തേ ചെയ്ത് 2-3 പ്രാവശ്യമായപ്പോൾ യവൻ എടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ടങ്ങിട്ട് ആ കുഴിയിലോട്ട് അവൻ ഇടേണ്. ഈ ജോജോ എന്ന് പറയുന്ന ഈ സാധനം കുഴിയിലോട്ട് കുറച്ചുകൂടെ വലിച്ചങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് യമൻ എന്തോന്ന് ചെയ്ത് അപ്പോഴേ ആ കുറച്ചുകൂടെ ആഴമുള്ള സ്ഥലത്തോട്ട് ഇട്ടിട്ട് യമൻ പിടിച്ചങ്ങ് താത്തു, വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ത്തി ഇട്ടതും പിന്നെ ഈ കുട്ടി, എന്നിട്ട് യമൻ കയറി വന്ന് അപ്പം ഈ കുട്ടി പൊങ്ങുന്നില്ല. പിന്നെ അപ്പം എന്നിട്ട് യമൻ ജാതിമരത്തിൻ്റെ മുകളിൽ ഇരുന്നും കൊണ്ട് യമൻ അട്ടഹസിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യമൻ പറയുന്നു. തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്ന് ആ കുളത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് യമനോട് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ യമൻ പറയണത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തു, ആദ്യം തള്ളിയിട്ടു, കയറി വന്ന്, വീണ്ടും തള്ളിയിട്ടു, പിടിച്ച് തള്ളി, വീണ്ടും കയറി വന്നു. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ദൂരോട്ടെടുത്ത് ഇട്ടിട്ട് ഇവൻ മാറി നോക്കി നിന്നു. എങ്ങനെ ഉണ്ട് ഇവൻ എത്രത്തോളം ക്രിമിനലാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങനത്തെ മൈൻഡുള്ള യവന്മാരാ എന്തോന്നാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് അവൻ ജാതിമരത്തിൻ്റെ മുകളിൽ ഇരുന്നും കൊണ്ട് ഇവൻ നോക്കിക്കൊണ്ടിരുന്ന് അവൻ അട്ടഹസിച്ച് ചിരിച്ച്, അവൻ മരിച്ചല്ലോ, അവൻ്റെ കാര്യം സാധിക്കാത്തത് കൊണ്ട് യവനെ ഈ കുട്ടിയെ, ഈ പൊന്നുമോനെ കൊന്നതാണ് അവൻ. ആ കുട്ടി എന്ത് വേദന ഉണ്ടാവും? അതിൻ്റെ
ശ്വാസനാളത്തിലും ഒക്കെ ചെളി കയറി അടഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിൽ കഷ്ടം. ഒരു വല്ലാത്ത സംഭവം തന്നെ. ആ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും? അച്ഛൻ വിദേശത്താണ്, അതിൻ്റെ വീട്ടിൽ ഈ മോൻ്റെ വീട്ടിൽ വേറെ 2 കുട്ടികളും കൂടെ ഉണ്ട്. പക്ഷെ എത്ര കുട്ടികളുണ്ടായിരുന്നാലും അവരെ കൂടെ ഇവർ കളിക്കൂല. ഒന്നീ അയൽവക്കത്തെ കുട്ടികളുടെയാണ് കളിക്കുന്നത്. ഈ അമ്മയ്ക്ക് ചിലപ്പം നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. തൊട്ടയൽവക്കത്തല്ലേ നിന്ന് കളിക്കണ, പോയിട്ട് എന്നും വരണ പതിവായിരിക്കും. അതുകൊണ്ട് അമ്മ തിരക്കൂല. ചിലർ കമൻ്റ് ഇട്ട് പറയാറുണ്ട്, ഈ അമ്മയ്ക്ക് എന്ത് തിരക്കിക്കൂടെ എന്ന്. അമ്മയ്ക്ക് തിരക്കിക്കൂടെ എന്ന് പറയണത് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിച്ചെന്നിരിക്കും. അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് മക്കൾ പറയും. ഇപ്പം ഇതൊന്നും സംഭവിക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ലല്ലോ. ഇപ്പം മക്കൾ കളിക്കാൻ പോയ അയൽവക്കത്ത് നിന്ന് കളിക്കുകയാണ് എന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനൽ വരും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇവരെ വീട്ടുകാരെടുത്ത് മിണ്ടാറുണ്ട്. ഇപ്പം ഈ കുട്ടിയെ കാണാനില്ല. ആ സമയത്ത് ഈ വേറൊരു കുട്ടി, കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പറയുന്നുണ്ട്, പിന്നെ ഇവിടെ കളിച്ചുകൊണ്ട് നിന്ന് ഇയാളെ കൂടെ പോയെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അടുത്ത് ഈ കുട്ടിയുടെ അമ്മ ചോദിച്ചപ്പോൾ പറയണ എന്തോന്നാണ്, അത് അവിടം വരെ വന്നിട്ട് അത് തിരിച്ചു പോയി. ഇവൻ കൂടെ ഇറങ്ങി തപ്പുന്നുണ്ട്, ഫുള്ള് കൂടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കാലുമേ കാലും ആട്ടി ജാതി മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലാവരും പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇറങ്ങാത്തത്, ഇറങ്ങി വാന്ന് പറഞ്ഞു. അപ്പം ഇവൻ ഒരു കള്ളൻ്റെ ലക്ഷണത്തിൽ വന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് തപ്പുന്നുണ്ട്, അവിടെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നും പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. പോലീസിന് സംശയമായി. അതെത്രക്കാലും സംശയമാവും. പിന്നെ പോരെങ്കിൽ കണ്ടവരുണ്ട്, CCTVയിൽ ഓടണതുണ്ട്. അപ്പം ഇവൻ പല കേസുകളിലെയും പ്രതിയായിരുന്നു. ആദ്യമൊക്കെ ചെറിയ കേസുകളിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബൈക്ക് മോഷണത്തിൽ 3 മാസം ഇവൻ ജയിലിൽ കിടന്നിട്ടാണ് വന്നത്. ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകളെയൊക്കെ ഇറക്കി വിട്ട് യവന്മാർക്കൊന്നും ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ അറിയാൻ കഴിയുന്നത്, ഓരോ വീടുകളിൽ സന്ധ്യ ആവുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കതക് ചാരി ഇട്ടിട്ടായിരിക്കും പോണത്. യവൻ കയറി കട്ടിലിൻ്റെ അടിയിലിരിക്കും. പിന്നെ ആർക്കും കുളിക്കാൻ പറ്റൂല, കുളിമുറിയില വിടവിൽ കൂടെ വന്ന് ഇങ്ങനെ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള പക്ക അഴുക്ക് സ്വഭാവമുള്ള ഒരു വൃത്തികെട്ടവനായിരുന്നു യവൻ. ഈ പണ്ട് കുഞ്ഞുനാളിലേ ഇങ്ങനെയാണെന്നാണ് പറയണത്. ഈ കല്യാണമൊക്കെ കല്യാണം കഴിയണ വീടുകളിൽ യവൻ കയറി കട്ടിലിൻ്റെ അടിയിലിരിക്കുമെന്നു. അപ്പം ഇവൻ്റെ സ്വഭാവം അങ്ങേ അറ്റത്തെ തരമായിരുന്നു. പക്ഷെ ആളുകളെടുത്തൊക്കെ മിണ്ടുകയും ചെയ്യും. പിന്നെ ഈ ജയിലിലൊക്കെ കിടന്നിട്ട് വന്നപ്പോൾ നാട്ടുകാർ വിചാരിച്ചത് എന്തോന്നാണ്, ഇവൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. പല കുട്ടികൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികളെയും ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഇങ്ങനെ ഞാൻ പറയണത്, ഇത് നമ്മുടെ നിയമം എന്ന് പറയണ ഗൾഫ് രാജ്യത്തുള്ള നിയമം പോലെ ഇവിടെയും വരണം. സൗദിയിലൊക്കെ ഇങ്ങനത്തെ നിയമം നല്ല നിയമമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഒന്നീ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ കഴുത്ത് വെട്ടും. ഇതൊക്കെ തന്നെ അവിടെ ചെറിയ ഒരു കുറ്റത്തിന് വേണ്ടി അതങ്ങനെ ചെയ്യും. പിന്നെ ആളുകളൊക്കെ ഒന്ന് പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ പോയി ഒത്തുതീർപ്പാക്കിയൊക്കെ അവന്മാരെ പറഞ്ഞങ്ങ് വിടും. ഇതൊരു വല്ലാത്ത നിയമമാണ്. നമ്മളെ ഇവിടെ ഇപ്പം തന്നെ പോലീസ് എല്ലാ തെളിവുകളും എടുത്തുകൊണ്ട് പോയി, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എത്ര നാൾ കിടക്കും? ഉറപ്പായിട്ടും അതിനെന്താ, അത് പെട്ടെന്ന് തന്നെ ഇറങ്ങും. ഇതിനൊക്കെ എന്തോന്നാണ് ചെയ്യാനുള്ളത്? യവനെ ഇത്രയും ഒരു കുറ്റവാളി, ഇത്രയും ഒരു ക്രിമിനലിനെ ഇറക്കി വിട്ട് ആ കുഞ്ഞ് അവിടെ നിന്ന് അതിൻ്റെ വീട്ടിൽ നിന്ന് കളിക്കാനുള്ളതാണ്. ഓരോ അമ്മമാർ വന്നിട്ട് പറയുന്നു മക്കളെ രംഗങ്ങൾ. അതുപോലെ ഈ മോൻ്റെ ഈ ആവേൽ എന്ന് പറയുന്ന മോൻ്റെ അമ്മയുടെ കരച്ചിൽ കാണാൻ പറ്റൂല എന്നാണ് ഒരു അമ്മമാരെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചു, ഇനിയും ഇതേപോലെ ഒരുപാട് സംഭവിക്കും. പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നാട് തയ്യാറാവണ്ട. ശിക്ഷിച്ചാൽ ജീവപര്യന്തം കൊടുത്ത് അവരെ ഇറക്കി കൊണ്ടുവരിക, അവർ മാന്യരായിട്ട് പിന്നെയും ജീവിക്കാം. ഇത് ആവർത്തിക്കപ്പെടാണ്. ഇതില്ലാതാവണം സമൂഹത്തിൽ. അവനെ തൂക്കിക്കൊല്ലണം. അവൻ ആ കൊച്ചാൻ എത്ര വേദന അനുഭവിച്ചോ ആ വേദന അവനും അറിയണം. ആ വേദന അവനും അറിയണം. കാണണം. കാരണം പ്രസവിച്ച അമ്മയാണ് ഈ കിടന്ന് കരയുന്നത്. ഇനിയും ഇതേപോലെ ഒരുപാട് അപവാരം കരയും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ അച്ഛനമ്മയും കാണലേ ഉള്ളൂ, തൂക്കിക്കൊള്ളണം. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. അതാണ് ആവശ്യം. അവരൊക്കെ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാവും, എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളാണ്. പോലീസ് അത് പാലിക്കണം. പക്ഷെ അതല്ലല്ലോ ഇവിടെ ആവശ്യം. ഓരോ അമ്മമാരും കരയല്ലേ. അതില്ലാതാവണം നമ്മുടെ സമൂഹത്തിൽ. അതിനുള്ള പരിഹാരം കാണണം. കൊന്നുകളഞ്ഞേക്കണം അങ്ങോട്ട്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര ചെറിയൊരു കൊച്ചുള്ളതാണ്.
അതുപോലെ തന്നെയല്ലേ ഇവിടെ ചെന്തൂരും കഷ്ടപ്പെട്ട ഓരോരുത്തർ പിള്ളേരെ വളർത്തണേ. പുറത്ത് വിട്ടിട്ട് ഇനിയൊന്നും നാട്ടുകാർ തന്നെ കൊന്നുകളയേണ്ടത് ഏറ്റവും നല്ലത് അതാണ്. എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്മാർ കാലം മാറി. ഇന്ന് എല്ലായിടത്തും കേൾക്കണത് ഇങ്ങനെ തന്നെയല്ല. നമ്മൾ എന്ത് ശിക്ഷ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സഹിക്കാൻ പറ്റൂല. ദയവ് ചെയ്ത് നിങ്ങൾ മക്കളെ ശ്രദ്ധിച്ചോളണം. അമ്മമാരായാലും അച്ഛന്മാരായാലും മക്കൾ കളിക്കാൻ പോകുന്ന സമയത്ത് മക്കളെ നിങ്ങൾ അവിടെ ഉണ്ടാ എന്നൊന്ന് അന്വേഷിക്കണം, എന്നൊന്ന് തിരക്കണം. കൂടെ വിളിച്ച് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എവിടെയാണ് കളിക്കാൻ പോണത്. ദൂരോട്ട് എവിടെയെങ്കിലും ആണെങ്കിൽ വിലക്കണം. അതുമല്ല, നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന ഏരിയ, ആ സ്ഥലത്തോട്ട് മക്കളെ വിടാതിരിക്കുക. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നുകിൽ പറയും മുട്ടായി തരാം, അല്ലെങ്കിൽ പറയും നെല്ലിക്ക തരാം, കാരയ്ക്ക തരാം, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് തന്നെ എത്രയോ കുട്ടികളെ കൊണ്ടുപോകുന്നതുണ്ട്. അവർക്ക് അറിഞ്ഞൂടാ, അവരങ്ങ് പോവേണ് ചെയ്യണത്. ദയവ് ചെയ്ത് മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ആ വീട്ടിലെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. 3 മക്കളായിരുന്നു. അതിലിപ്പോൾ ഒരു മോനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മോനെ അന്ന് സന്തോഷം കൊണ്ട് ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഈ മോനെ കളിക്കാൻ പോയതാണ്. ഇല്ലെങ്കിൽ ആ കുട്ടി സ്കൂളിൽ പോയനായിരുന്നു. അവന് ഒരു കുറ്റബോധം ഒരു കൂസലും ഇല്ലാതെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം. കയറി വന്ന് ഞാൻ തള്ളിയിട്ട്, വീണ്ടും കയറി വന്ന് ഞാൻ തള്ളിയിട്ട്. ഇവൻ പറയണ വാക്കുകളാണ്. ഒരേ പ്രാവശ്യം കയറി വരുമ്പോഴും ഞാൻ തള്ളിയിട്ട് ദൂരോട്ടിട്ടിട്ട് താഴ്ത്തിയിട്ട് എന്നിട്ട് ഞാൻ പോയി നോക്കിക്കൊണ്ടിരുന്നു ഇവൻ പൊങ്ങി വരണമെന്ന്. അപ്പം പൊങ്ങി വരണില്ല. ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്തോന്ന് ചെയ്യാൻ? പ്രകൃതി വിരുദ്ധ പീഡനം. ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. ആ പൊടി കുരുന്നിനെ കൊണ്ടുപോയി ചെയ്ത് കൊന്ന ഇവൻ മദ്യപാനം ഉണ്ടെന്നാണ് പറയണത്. ഈ ജോജോ മദ്യപാനം ഉണ്ട്, പക്ഷേ മയക്കുമരുന്ന് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. എന്നായാലും ഇവനെ തൂക്കിക്കൊല്ലണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഉള്ളവന്മാരെ തൂക്കി തന്നെ കൊല്ലണം. ആ കുട്ടിക്ക് നീതി കിട്ടണം. അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടണം. ഇതിനു വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ശബ്ദിക്കുമ്പം അവർക്ക് കുറേ കമൻ്റ് ഇടും. കൊലയാളികൾക്ക് കൂട്ടുനിന്ന് കുറേ എണ്ണം കമൻ്റ് അങ്ങോട്ട് ഇടും. ഒരു വല്ലാത്ത നാട് തന്നെ. എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും പറയണത്, എല്ലാവർക്കും വേണ്ടിയാണ് ശബ്ദം ഉയർത്തണത്. എന്നിട്ടും ഒരു ഇതുമില്ലാതെ കുറേ കമൻ്റ് ഇങ്ങോട്ട് കമൻ്റ് തൊഴിലാളികൾ അങ്ങ് ഇറങ്ങുക. ശബ്ദിക്കുന്ന ആരെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാലും മതി, വല്ലാത്ത കമൻ്റാണ്. ഈ കൊലയാളികൾക്ക് എന്തിന് നിങ്ങൾ കൂട്ടു നിൽക്കണം? എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാ മക്കളും നല്ല ഇതായി അവർക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് മക്കൾ, അവർക്കൊന്നും ഇത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇത് നമ്മളെ നാട്ടിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ ഗൾഫിലെ നിയമം വന്നാൽ മാത്രമേ ശരിയാവൂ. ഇവന് ഈ പക്ക ക്രിമിനലായ ഈ ജോജോ എന്ന് പറയുന്ന ഈ സാധനത്തിനെ തൂക്കിക്കൊല്ലണം. എങ്കിലേ ആ അമ്മയ്ക്കും അച്ഛനും ഈ കുട്ടിയുടെ കാര്യത്തിൽ നീതി കിട്ടുള്ളൂ.